എത്ര പറഞ്ഞാലും മതിയാകില്ല. എങ്കിലും നമ്മുടെ സമയ ലഭ്യത കുറവ് കാരണം 2 വാക്കുകളിൽ ഒതുക്കുന്നതാണ്. ഇന്ന് നമ്മുടെ ദുര്യോധന കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടന കർമ്മത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആദരണീയനായ ബഹുകേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർലാണ്. നമ്മുടെ കൊല്ലം ജില്ലയിൽ ജനിച്ച് ഇന്ത്യൻ സിനിമാ മേഖലയുടെ അഭിമാനമായി നിലകൊള്ളുന്ന ഇദ്ദേഹം 1965 ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെയാണ് സിനിമാ ജീവിതത്തിന് അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് 1994 റിലീസ് ചെയ്ത കമ്മീഷണർ എന്ന സിനിമയിലൂടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തി. അനവധി കഥാപാത്രങ്ങളിലൂടെ എക്കാലവും നമ്മുടെ മനസ്സിലോർക്കുന്ന നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടനായിട്ട് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി സാറിനെ ഈ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സിനിമാ ജീവിതത്തിനോടൊപ്പം തന്നെ അതിലുപരി രാഷ്ട്രീയ മേഖലയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്ന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന എത്ര പറഞ്ഞാലും മതിവരാത്ത നാം ഏവരും വളരെയധികം ആദരിക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിന്റെ സ്വന്തം സുരേഷ് ഗോപി സാറിനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് നമ്മുടെ നാടിന്റെ ആ ഒരു ആശംസ അദ്ദേഹത്തിന് നൽകാം. കഴിഞ്ഞല്ലോ അല്ലേ? ഇഷ്ടായി. നമസ്കാരം. നമസ്കാരം. പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് MP അവർകൾ, ശ്രീ പഴകുളം മധു അവർകൾ, ഇവിടെ സ്വാഗതമോദിയ ശ്രീ G. ബിജുകുമാർ, അധ്യക്ഷൻ ശ്രീ രവി തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് ജനപ്രതിനിധികൾ, CR മഹേഷ്, ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആദ്യം വന്ന ആളുമാണ് ശ്രീ CR മഹേഷ് തുടങ്ങി എല്ലാ വിശിഷ്ട അതിഥികൾക്കും ക്ഷേത്രത്തിൻ്റെ ഭരണവും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ മഹാനുഭാവന്മാർക്കും, സദസ്സിലെ പ്രിയ ക്ഷണിക്കപ്പെട്ട അതിഥികൾ, പ്രദേശവാസികൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ആദ്യം തന്നെ 4 മണി എന്ന് പോസ്റ്ററൊക്കെ അടിച്ച് എനിക്കും വാട്സാപ്പിലൊക്കെ അയച്ചു തന്നതാണ്. ഞാൻ 4 മണി എന്നുള്ളതൊരു 4:15 ഇവിടെ എത്താൻ പരുവത്തിലെത്തിയപ്പോഴും ഇവിടെ നിന്ന് എൻ്റെ ഓഫീസിനെ അറിയിച്ചത് 5:30 പരിപാടി നടത്തിയാൽ മതി, 5:30 ആവുമ്പം തുടങ്ങാൻ പാകത്തിന് എത്തിയാൽ മതി എന്നാണ് എൻ്റെ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞത്. അതാരാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ച് എന്നെ കാണിച്ചു തന്നിട്ടില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ബഹുമാനീയനായ MP ചോദിച്ചത് എന്താ ചേട്ടൻ വൈകിയെന്നാണ്. അപ്പോൾ ഈ 2 സംഭവത്തിനും ഇടയ്ക്ക് ഞാൻ ഒന്ന് പെട്ട് ഉഴലുന്ന അവസ്ഥയായിപ്പോയി. നിങ്ങൾക്കെന്താണ് ധാരണ എന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ ഞാൻ വൈകിയെങ്കിൽ ആദ്യം തന്നെ ഞാൻ ക്ഷമാപണം നടത്തേണ്ട ആളല്ലെങ്കിലും ക്ഷമാപണം നടത്തുകയാണ് പരിപാടി വൈകിച്ചതിന്. ഒരുപാട് അഭിമാനത്തോടെയാണ് ഞാനിന്ന് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഈ മണ്ണിൽ വന്ന് നിൽക്കുന്നത്. അതും പൊതുജനങ്ങളുടെ ആവശ്യത്തിലേക്ക്. പ്രദേശത്തെ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വാടകയുടെ ഒക്കെ കാര്യം പറഞ്ഞ് ഇവിടെ സുരേഷ് ഒരുപാട് നിങ്ങളെ ഭയപ്പെടുത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. നല്ല വാടകയാണ്. പക്ഷെ എപ്പോഴും നമ്മളൊരു താരതമ്യം ചെയ്യുമല്ലേ. ഈ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല, ചിലപ്പോൾ ചുറ്റുവട്ടത്തെ പ്രദേശത്തു നിന്നൊക്കെ ആൾക്കാർക്ക് ഇവിടെ വന്ന് ചടങ്ങുകൾ നടത്താനുള്ള അങ്ങനെ ഒരു പാങ്ങില്ലാത്തവർക്ക് പോലും ക്ഷേത്ര സമിതിയെ സമീപിക്കാവുന്ന തരത്തിലുള്ള ഒരു വാടകയുടെ ഘടനയാണ് ഈ ഉത്തമ രൂപിയായ ഈ സ്ഥാപനത്തിന് ഇതിൻ്റെ കോൺട്രാക്ടർമാരും ഇതിൻ്റെ ഡിസൈനറും ഒക്കെ നൽകിയിട്ടുള്ളത്. ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നത് അവരെയാണ്. ദുര്യോധന
സ്വാമിയുടെ പേരിൽ നടത്തപ്പെടുന്ന ഇതൊരു ചാരിറ്റി സ്ഥാപനമായി കൂടി ഒരു ഭാവം ഇതിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1.5 ലക്ഷം രൂപയോ മറ്റോ ആണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ എന്തെങ്കിലും നടത്തണമെങ്കിൽ ഇവിടെ നൽകേണ്ട പണം. പക്ഷെ പാവപ്പെട്ടവർക്കായി ഒരു സ്ലോട്ട് ഒരുക്കിയിട്ടുണ്ട്. 10,000 രൂപയ്ക്ക് ഇത് നൽകും എന്നാണ് ഇവിടെ ക്ഷേത്ര സമിതിയുടെ തീരുമാനം. ഇത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ജനങ്ങളുടെയും ഇതിൻ്റെ സംഘാടകരുടെയും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരെന്ന് അല്ലെങ്കിൽ നടത്തിപ്പുകാരെന്ന് അവകാശപ്പെടുന്നവർക്കും ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതിലുള്ള അധികമായ സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. 10,000 രൂപയ്ക്കൊക്കെ ഒരു കുഞ്ഞു മകൾക്ക് ഒരുപക്ഷെ ഇപ്പം എൻ്റെ മകളുടെ കല്യാണം നടന്ന് കാണുമ്പോൾ പോലും ചിലപ്പോൾ ഒരുപാട് അങ്ങനെ അത്രയും ആർഭാടമില്ലെങ്കിൽ പോലും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ കല്യാണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺമക്കളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അത് ഈ പ്രദേശത്തും ഉണ്ടാവും, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും. കുറ്റം പറയാൻ ഒക്കത്തില്ല. അവരുടെ അച്ഛനമ്മമാരെ ചിലപ്പോൾ എൻ്റെ അച്ഛന് ഇതിനുള്ള പാങ്ങില്ലാതെ പോയല്ലോ എന്ന് വിലപിക്കുന്ന അവസ്ഥയുണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള പെൺമക്കൾക്കെല്ലാം വലിയൊരു ആശ്രയമായി തീരും ഈ സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി. അവർക്ക് വലിയ ആശ്രയമായിരിക്കും. ഇല്ല, അങ്ങനെ നിങ്ങൾക്കും തോന്നുന്നില്ലേ? കയ്യടി എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയാണ്. പക്ഷെ ആ അവസ്ഥ അംഗീകരിക്കപ്പെടേണ്ടതാണ്. ആ അവസ്ഥ ഒരുക്കിയവരെ നമ്മൾ അംഗീകരിക്കുകയും വേണം. വലിയ ഒരു അഭിനന്ദനത്തിൻ്റെ ലക്ഷണമായി നിങ്ങളുടെ ഒരു കരഘോഷം ഈ ഓഡിറ്റോറിയത്തിനകത്ത് മുഴങ്ങുമാറ് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഒരു പുറംമൂടി മാത്രമാണ് എന്നെ ഈ സ്ഥാപനമാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അറിയിക്കാൻ എനിക്കൊരു ഫോട്ടോ എടുത്തയച്ചത്. അപ്പോഴും എനിക്കിതിൻ്റെ വലിപ്പം ഇത്രയുമുണ്ട്. 2000 പേരിരിക്കും, 700 പേർക്ക് ഒരേ സമയം ഒരു പന്തിയിൽ നമുക്ക് സദ്യ വിളമ്പാം എന്നൊന്നുമുള്ള ധാരണ എനിക്കില്ല. ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളു കണ്ടപ്പോഴാണ്. മാത്രവുമല്ല, നിലവിളക്കിന് തിരി തെളിയിച്ച് തിരിയുമ്പോൾ ഇതിൻ്റെ ഡിസൈനർ കോൺട്രാക്ടറും കൂടിയായ സുരേഷ് കുമാർ, പാലക്കോട്ട് സുരേഷ് കുമാറും ഹരികുമാറുമാണ്, CK ഹരികുമാറുമാണ് ഇതിൻ്റെ കോൺട്രാക്ടേഴ്സ്. ആ ഡിസൈൻ ചെയ്ത സുരേഷ് കുമാർ പറഞ്ഞു, ഈ മറച്ചു വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ചെറിയ ബാൽക്കണികൾ കൂടിയുണ്ട്. അവിടെ നിന്ന് ഉയരത്തിലിരുന്നു കൊണ്ട് ഇവിടെ നടക്കുന്ന മംഗളകർമ്മങ്ങൾ ദർശിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ തീർത്തും നമുക്ക് മലനടയുടെ വലിപ്പം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രമെന്ന നിലയ്ക്ക് നമ്മുടെ സംസ്കാരം കാലഘട്ടങ്ങൾക്കപ്പുറം വളർത്തിക്കൊണ്ട് പോകുന്ന ആചാര പെരുമയുള്ള ഒരു പ്രദേശത്ത് ആണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതൊരു തീർത്തും ഗ്രാമാന്തരീക്ഷം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രദേശമാണ്. ആ ഗ്രാമാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സൗധം നിങ്ങൾക്ക് ജനങ്ങളുടെ പണം കൊണ്ട് തന്നെയാണ് ചെയ്തതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും ഇതിനൊരു പ്രത്യേകതരം മനസ്സ് വേണം. ആ മനസ്സ് ഇവിടെ നമ്മൾ തെളിഞ്ഞു കാണുന്നു. അഭിനന്ദിച്ചുകൊണ്ട് വളരെ അഭിമാനത്തോടെ ഈ സൗധം ഇവിടെ പൊതുജനങ്ങൾക്കായി തുറന്നു വെച്ചതായി അറിയിക്കുന്നു. മലനടയെ സംബന്ധിച്ച് ഞാനിവിടെ പഴകുളം മധു അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു. ഈ ഭരണിക്കാവെന്ന് പറഞ്ഞ് കൊല്ലത്തറിയപ്പെടുന്ന തൊട്ടടുത്ത് കിടക്കുന്ന 2 പ്രദേശങ്ങളാണ്. അതിലൊരു ഭരണിക്കാവുകാരനാണ് ഞാൻ. പലപ്പോഴും നമുക്ക് ഈ വെടിക്കെട്ടൊക്കെ നടക്കുന്ന ഭരണിക്കാവാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ശാസ്താംകൊട്ട ഭരണിക്കാവാണെന്നൊക്കെ പ്രത്യേകം ജോഗ്രാഫിക്കലായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഐഡിയ പകർന്നു കൊടുക്കണം. ഇതൊരു വലിയ തലവേദനയായിരുന്നു ഒരു കാലഘട്ടത്ത്. അപ്പോൾ എനിക്ക് ഒരു ഭരണിക്കാവുകാരന് ഈ ഒരു അവസരം കിട്ടി. ആ അവസരം തന്നതിന് ക്ഷേത്ര സമിതിയോട് ഉദ്ഘാടകനായി എന്നെ ഇവിടെ ക്ഷണിച്ചതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇപ്പോഴും വെടിക്കെട്ടൊക്കെ അതേ പ്രൗഢിയോടെ നടത്തുന്നുണ്ടോ? പെർമിഷനില്ല. അല്ല, നമുക്ക് കാലത്തിനനുസരിച്ച്
നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കുറച്ച് എന്താണ് ഒരു നവോത്ഥാനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആവശ്യമാണ്. ആരുടെയും ആനന്ദം നുകരുന്നതിനുള്ള അവകാശത്തിൽ കൈകടത്തുന്നതല്ല. ഇപ്പം മുണ്ടത്തിക്കോട് തന്നെ നടന്ന ആ ദാരുണമായ ഒരവസ്ഥ എന്ന് പറയുന്നത് നേരിട്ട് പോയി കണ്ടതാണ്. 100 കണക്കിന് കഷ്ണങ്ങളാണ്, മനുഷ്യ ശരീരത്തിൻ്റെ കഷ്ണങ്ങളാണ് സർക്കാരിന് പെറുക്കിയെടുക്കേണ്ടി വന്നത്. ആ പ്രദേശത്തുനിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരെ വരെ ചെറു കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ഇതിൻ്റെ എല്ലാം DNA സാമ്പിളിംഗ് നടത്തി മാച്ചിങ് ചെയ്ത് കൊടുത്തു. കുറേ അധികം നമുക്ക് എല്ലാവരെയും കൃത്യമായ കണക്ക് കിട്ടി. പക്ഷെ ഈ പറയുന്ന അവശിഷ്ടങ്ങളെല്ലാം കുടുംബക്കാർക്ക് കിട്ടാനുള്ള ഒരു അവസരമുണ്ടായോ, അവകാശം നിഷേധിക്കപ്പെട്ടോ എന്നൊക്കെ ഇപ്പോഴും സംശയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാനന്ദം നമുക്ക് വേണോ എന്ന് ഇതിൻ്റെ യഥാർത്ഥ അവകാശികളായ ഭക്തരായാലും ഇതിലൊക്കെ വലിയ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കും. തൃശ്ശൂർ പൂരത്തിനായാലും വലിയ ഒരു ബിസിനസ്സാണ്. 10-40 ദിവസം നടക്കുന്നത്. ഏതാണ്ട് 50-57 ദിവസം അവിടെ എക്സിബിഷനുണ്ട്. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഒരു വർഷത്തേക്കുള്ള സമ്പാദ്യമാണ് അവിടുത്തെ തെരുവ് കച്ചവടക്കാരൻ പോലും ആ ഒരു കാലഘട്ടം കൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി ചേർക്കുന്നത്. ഇതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ വെറും ആചാരമല്ല, ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയല്ല. മനുഷ്യ ജീവിതങ്ങൾ ഈ ഒരു ഉത്സവത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മലനടയിലെ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ല മാത്രമല്ല, പൂരം പ്രദേശം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള നമ്മൾ തെക്കരെന്ന് വിളിക്കുന്നവരുടെ എല്ലാം വലിയ ആനന്ദം കണ്ടെത്തുന്ന ഒരു പരിപാടിയായിരുന്നു അത്. അത് നിർത്തിയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ അളവ് വളരെയധികം കുറച്ച്. അത് നമ്മൾ ഇനി ഒരു പെർമിഷന് വേണ്ടി ശ്രമിക്കില്ല എന്നൊരു നിശ്ചയം എടുക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കും. ശ്രമം കുറയ്ക്കാം എന്നെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ, അല്ലേ? നമുക്ക് സന്തോഷം മാത്രം പകർന്ന് നൽകണം. ഒരു അപകടം വരുമ്പം അങ്ങ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇനി ബസ്സൊക്കെ ബാൻ ചെയ്യേണ്ടി വരും, കാറുകൾ ബാൻ ചെയ്യണം, റോഡുകൾ ബാൻ ചെയ്യേണ്ടി വരും, അല്ലേ? പക്ഷെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അവകാശമായി മാറരുത്. ഞാൻ വലിയ കടുംപിടുത്തക്കാരനാണ് ഇങ്ങനെയുള്ള സാംസ്കാരികമായ പ്രവർത്തനങ്ങൾക്കൊന്നും അറുതി വരുത്തരുത് എന്ന് പറയുന്ന ആൾ തന്നെയാണ്. പക്ഷെ വിരുദനഗറിൽ അങ്ങനെ 27 പേർ മരിച്ച ഒരു സംഭവം ഉണ്ടായെങ്കിൽ എനിക്ക് ഈ സമ്പ്രദായത്തോട് അകൽച്ച വന്നു പോകുന്നു. ആർക്കും കുറ്റം പറയാനൊക്കത്തില്ല എന്ന് വെച്ച് ഞാൻ സംസ്കാരത്തെ എതിർക്കുന്ന ആളുമല്ല. പക്ഷെ നമുക്കൊരു ബോധ്യം വേണം, നമ്മൾ സമൂഹത്തിൽ എന്തൊക്കെ വെച്ച് പൊറുപ്പിക്കാം, ഇതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല നിശ്ചയം വേണം. അതുകൊണ്ട് ദ്രോഹത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു ശ്രമവുമായിട്ട് ആരും മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ. പക്ഷെ ചെറിയ തോതിലൊക്കെ നടത്തുന്നതിന് ഇപ്പോൾ പട്ടാഴി അമ്പലത്തിൽ കൃത്യമായി എല്ലാ മാസവും, മലയാള മാസവും 1-ാം തീയതി അവിടെ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്, അല്ലേ? പട്ടാഴി അമ്പലത്തിൽ. അതെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ തോതിലുള്ള ആഘോഷ പരിപാടികളിലൊക്കെ ഏർപ്പെടുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. നിയമത്തിൻ്റെ കടുംപിടുത്തമാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു ബൃഹത്തായ സമൂഹം ഇതിനെ എതിർക്കുകയല്ല. ഇതിൻ്റെ വേദന, ആ വേദനയിൽ നിന്ന് അവർക്ക് കരുതലുണ്ടാകുന്നു, അവരുടെ അഭിപ്രായ പ്രകടനം ഉണ്ടാവും. നമ്മളത് മാനിക്കേണ്ടതാണ്. ഏതായാലും ഒരിക്കൽ കൂടി എന്നെ ഉദ്ഘാടകനായി ക്ഷണിച്ചതിലുള്ള അതിയായ സന്തോഷം അറിയിക്കുന്നു, നാട്ടുകാരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട പെൺമക്കൾക്കെല്ലാം സന്തോഷത്തിന് വക നൽകുന്ന ഒരു മുഹൂർത്തമായിരിക്കണേ. ഒരു ദിവസം പോലും മംഗളകർമ്മങ്ങൾ ഒഴിയാതെ 366-ാം ദിവസത്തിലേക്ക് ഇവിടെ കർമ്മങ്ങൾ നടത്തി തുടരുന്ന ഒരു അനുഗ്രഹം ദുര്യോധന സ്വാമി കൽപ്പിച്ചനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹം, നന്ദി, നമസ്കാരം.